ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമം പട്ടണമായി മാറുന്നത് കെട്ടിട ഉടമകൾ കെട്ടിടം പണിയുന്നതോടുകൂടിയാണ് ഒരു വില്ലേജ് ഒരു പട്ടണമായി മാറാൻ തുടങ്ങുന്നത്. ആ കെട്ടിട ഉടമകളെ സർക്കാർ കാണുന്നത് ഒരു രാജ്യദ്രോഹി എന്നുള്ള മട്ടിലാണ്. അതായത് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് കെട്ടിട ഉടമകളാണ്. അതായത് കെട്ടിടം പണിത് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള പൈസയും ബാങ്കിലുള്ള എടുക്കാവുന്ന ലോണും എടുത്തൊരു കെട്ടിടം പണിത് കഴിഞ്ഞാൽ ഉടനെ 1 ടൈം ടാക്സ്, അത് കഴിഞ്ഞ് കെട്ടിടത്തിൻ്റെ 2% ലേബർ സെസ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രോപ്പർട്ടി ടാക്സായി ബിൽഡിംഗ് ടാക്സായി, ബിൽഡിംഗ് ടാക്സിൻ്റെ കൂടെ 2% ലൈബ്രറി സെസ്. ഈ ലൈബ്രറി സെസ്സും മറ്റും ഈ കെട്ടിട ഉടമകളുടെ പുറത്ത് വെക്കുന്നതിൻ്റെ സാങ്കത്യം എന്നാണെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അത് കഴിയുമ്പോൾ ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ GST ആയി, അത് 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ടെങ്കിൽ അത് ലക്ഷറി ടാക്സ് വരും. ഇതിനൊക്കെ പുറമെ ഇൻകം ടാക്സും വരും. അതായത് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയതും ആയ തുക ഒരു വിഭാഗം കെട്ടിട ഉടമകളാണ്. ഈ കാര്യത്തിനെപ്പറ്റി മഞ്ചേരി MLA U A Latheef നിയമസഭയിൽ വളരെ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ശ്രീ U A Latheef, 8 മിനിറ്റ്. ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു സാർ. ഒരു പട്ടണത്തിൻ്റെ ഊടും പാവും നിർണ്ണയിക്കുന്നതും പട്ടണമാക്കുന്നതും അവിടെ തിങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങളാണ്. കെട്ടിടങ്ങളില്ലെങ്കിൽ പട്ടണങ്ങളില്ല. എല്ലാ കെട്ടിട ഉടമകളും വലിയ വലിയ കോംപ്ലക്സ് ഉള്ളവരല്ല. ബഹുഭൂരിഭാഗം ആളുകളും മറ്റു തൊഴിലില്ലാതെ വരുമ്പോൾ ജീവിക്കാനായി ബാങ്ക് ലോൺ എടുത്തും വീട്ടിൽ ആഭരണങ്ങൾ വിറ്റും പണയം വെച്ചും കുതിച്ചു കയറുന്ന സിമൻറ്റ്, കമ്പി, മണൽ എന്നിവയുടെ വിലയും കൂലിച്ചെലവും മറികടന്ന് വളരെയധികം ബുദ്ധിമുട്ടിട്ടാണ് സാർ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നത്. സാർ, ഇത്രയധികം നികുതി കൊടുക്കുന്ന മറ്റൊരു വിഭാഗം കേരളത്തിലില്ല. പ്രോപ്പർട്ടി ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ലേബർ സെസ്, 1 ടൈം ടാക്സ്, ലക്ഷറി ടാക്സ്, കമേഴ്സ്യൽ ടാക്സ്, ഇൻകം ടാക്സ്, സർവീസ് ടാക്സ് എന്നിവയ്ക്ക് പുറമെ ക്രമീകരണ ഫീസ്, ലൈബ്രറി സെസ്, ഫൈന്, വിനോദ നികുതി, ഏകീകരണ ഫീസ്, അപേക്ഷാ ഫീസ് എന്നിവ വേറെയും. ഇനിയും നികുതി വർദ്ധിപ്പിക്കുന്നത് ന്യായീകരിക്കുവാൻ സാധിക്കുകയില്ല സർ. പ്രത്യേകിച്ച് പ്രളയവും കോവിഡും അവരെ വരിഞ്ഞു മുറുക്കിയപ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് മുറികളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഒരിക്കൽ മുറി വാടകയ്ക്ക് കൊടുത്താൽ പിന്നെ ആർക്ക് വേണമെങ്കിലും ഉടമയുടെ സമ്മതം കൂടാതെ അത് തദ്ദേശ സ്ഥാപനങ്ങൾ ലൈസൻസ് പുതുക്കി നൽകുന്നു. അതുകൊണ്ട് ഇവർക്ക് കെട്ടിട നികുതിയിൽ ഇളവ് വരുത്തി ഒരു പരിഷ്കരിച്ച മാതൃകാ വാടക പരിഷ്കരണ നിയമം നടപ്പാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു സാർ.